നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പറയിപ്പറ്റ പന്തിരുകുലത്തിലെ ഏതാനും മഹാന്മാരെ പറ്റി, ദിവ്യന്മാരെ പറ്റി, സിദ്ധന്മാരെ പറ്റി ഒക്കെ പറയുകയുണ്ടായി. ഒരേ ഒരു സ്ത്രീ പ്രജയെ ഉണ്ടായിരുന്നുള്ളൂ, കാരക്കലമ്മ. കാരക്കലമ്മയെ പറ്റിയും പറഞ്ഞു. ഇനിയും ഈ കുടുംബത്തിൽ നമുക്ക് പരിചയപ്പെടാനായിട്ട് ഉള്ള ആൾക്കാരാണ് ഒന്ന് രണ്ട് പേരൊക്കെ ഉള്ളൂ. രചകൻ എന്ന് പറയുന്ന ഒരു സിദ്ധനുണ്ട്. അതായത് എന്താണ്, അഗ്നിഗോത്രി, നാറാണത്തെ തമ്പുരാൻ, പെരുന്തച്ചൻ, പിന്നെ അകവൂർ ചാത്തൻ, പാക്കനാര് ഇവരെല്ലാം കഴിഞ്ഞ് പിന്നെ കാരക്കലമ്മൻ കഴിഞ്ഞിട്ട് പിന്നീടുണ്ടായ ഒരു പുത്രനാണ് വഴി റോഡ് വക്കിൽ കിടന്ന് ആണ് കിട്ടിയത് ഈ കുട്ടിയെ. അത് കിട്ടിയത് ആർക്കാണെന്നറിയാമോ? വെളുത്തയുടെ ജാതിയിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട ഒരു ഒരു യുവാവെന്ന് പറഞ്ഞാൽ പറ്റില്ല, ഒരു 10-50 വയസ്സോളം പ്രായമുള്ള ഒരു ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. അയാളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നാട്ടിൽ ഇങ്ങനെ ഒരു കുടിലൊക്കെ കെട്ടി പാവപ്പെട്ടവരെയും വലിയ വലിയ ധനവാന്മാരായവരുടെ വീടുകളിൽ പോയി മുഷിഞ്ഞ വസ്ത്രം വാങ്ങിച്ച് പുഴയിൽ കൊണ്ടുപോയി അലക്കി വൃത്തിയാക്കി ഉണക്കി മടക്കി പശയൊക്കെ ഇട്ട് നീലം മുക്കേണ്ടത്. അന്നൊക്കെ നീലാണ്, ഇന്നത്തെ നമ്മുടെ ഈ ഉജാല എന്ന് പറയുന്നത് തന്നെ. അന്ന് നീലം മുക്കി വൃത്തിയാക്കി മടക്കി അവരെ ഒരു മരത്തടി കൊണ്ട് ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ തേച്ചതുപോലെയോ, എന്നിട്ട് അവിടെ തിരിച്ചാൽ വീട്ടിൽ കൊണ്ടു കൊടുക്കുക. അതങ്ങനെ ഈ അലക്കി മടക്കി കൊണ്ടുവരുന്നതിന് അലക്കി ഉണക്കി മടക്കി തങ്ങളുടെ വസ്ത്രം തിരിച്ചു കൊണ്ടുതരുന്നതിന് അലക്കുകൂലിയായിട്ട് ആ ധനവാന്മാരായ കുടുംബത്തിൽ നിന്നൊക്കെ ഇദ്ദേഹത്തിന് കൂലി കൊടുക്കുമായിരുന്നു. കൂലി ചിലപ്പോൾ നെല്ലായിട്ടാണ് അത് കൊടുക്കുക, ചിലപ്പോൾ പണമായിട്ടാണ് കൊടുക്കുക. അങ്ങനെ പലതരത്തിലുള്ള പാരിതോഷികങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ആ പാപം ജീവിച്ചിരുന്നത്. ഒറ്റയ്ക്ക ജീവിതം. അദ്ദേഹം എവിടെ നിന്ന് വന്നു ഒന്നുമില്ല. ആ നാട്ടിൽ വന്നിട്ട് ആ നാട്ടിൽ ഈ രചകൻ്റെ ജോലി ചെയ്ത് അദ്ദേഹത്തെ എല്ലാവരും രചകനായി തന്നെ കരുതി. രചകൻ എന്ന് പറഞ്ഞാൽ അലക്കുകാരൻ എന്നേ അർത്ഥമുള്ളൂ. അങ്ങനെ ആ കുടിലിൽ അദ്ദേഹം താമസിച്ച് എവിടെയോ ചില സമയത്തൊക്കെ ഈ കുടിലൊക്കെ പൊട്ടിയിട്ട് വെച്ച് അയാളൊറ്റ പോക്കാൻ പോകും. വേറെ വല്ല നാട്ടിൽ ഞാൻ ഇതേ ജോലി തന്നെ ചെയ്ത് വെച്ച് ജീവിക്കും. കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും. അങ്ങനെ ഒരു ദിവസം ഒരു സമയത്ത് വേറെ സ്ഥലത്ത് പോയിട്ട് സ്വന്തം കുടിലേക്ക് നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് വഴിയിൽ നിന്ന് അങ്ങോട്ട് കുറച്ച് മാറിയിട്ട് കുറ്റിക്കാട്ടിലായിട്ടുണ്ട് ഒരു കുട്ടി കിടന്നുറങ്ങണം. അദ്ദേഹത്തിന് തോന്നിയത് എന്താ വെച്ചാൽ അതോ ആ കുട്ടി കിടന്ന ഉണങ്ങിയ കരിയില, അതിൻ്റെ മുകളിൽ കുറച്ച് പച്ച ഇലകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പച്ച ഇലകൾ ഇട്ട് കഴിയുമ്പോഴേ എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കൊരു ചെറിയ തണുപ്പ് കിട്ടും, ഒരു മിനുസം കൂടും പച്ച ഇലകൾക്ക്. അപ്പോൾ ആരോ മനഃപൂർവ്വം കിടത്തിയിരിക്കുന്നതാണ്. കരിയിലകൾ കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ പച്ചയില നിരത്തിയിട്ട് ഒരു കുട്ടിയെ. അദ്ദേഹം വേഗം കുട്ടിയെ എടുത്തു. ഇതെന്ത് കുട്ടിയാണ്, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നോക്കിയപ്പോൾ ആൺകുട്ടിയാണ്. ഉടനെ തന്നെ കുഞ്ഞിനെ 2 കയ്യിലും വെച്ച് മാനത്തേക്ക് നോക്കി അല്ലാഹു എന്ന് പറഞ്ഞു. സോറി, അള്ളാഹു എന്നല്ല കേട്ടോ, അത് ഞാൻ മറ്റൊരു കഥയിലെ ഒരു ഭാഗം, സോറി തെറ്റുപറ്റി. കുഞ്ഞിനെ എടുത്തുകൊണ്ട് ദൈവത്തെ നോക്കി നന്ദി പറഞ്ഞു. തനിക്ക് ഈ പ്രായത്തിൽ ഒരു ആൺകുഞ്ഞിനെ തന്ന ദൈവത്തിന് ആദ്യമായിട്ട് അങ്ങോട്ട് നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്താ കൊടുക്കാനുള്ള, എന്തായാലും നോക്കിയപ്പോൾ ബാണത്തിൽ ഇങ്ങനെ നോക്കിയപ്പോൾ എന്തോ കുറച്ച് ധാന്യങ്ങളുണ്ട്. എന്തായാലും പോകുകയെന്ന് കരുതി തൻ്റെ ആ പഴയ കുടിലേക്ക് ചെന്നു. അവിടെ കുഞ്ഞിനെ മേലൊക്കെ ചൂടുവെള്ളം ഉണ്ടാക്കി തനിക്ക് പറ്റണ പോലെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കിഴിക്കെട്ടിലിരിക്കുന്ന ധാന്യമിട്ട് ഒരു കഞ്ഞി വെച്ചു. അതിൻ്റെ വെള്ളം കുട്ടിക്ക് വളരെ സാവകാശം തിരിനൂലിട്ട്, എന്ന് വെച്ചാൽ നൂൽത്തിരി കൊണ്ട് ഇങ്ങനെ മുക്കി ചെറിയ തോതിൽ ഓരോ തുള്ളി കൊടുത്ത് ആ കുട്ടി അതങ്ങോട്ട് കഴിക്കുകയും ചെയ്തു. അങ്ങനെ അന്ന് മുതൽ ആ രചകൻ ആ കുഞ്ഞിൻ്റെ അമ്മയായും അച്ഛനായും സഹോദരനായും കൂട്ടുകാരനായും
എല്ലാം ഗുരുവായും എല്ലാം അങ്ങ് വർത്തിക്കാൻ തുടങ്ങി, എന്നുവെച്ചാൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വളർത്തച്ഛൻ, തൻ്റെ കൂട്ടുകാരൻ, തൻ്റെ ഗുരു, തൻ്റെ അമ്മ, തൻ്റെ അച്ഛൻ എല്ലാം ആ ഒരു രചകനായിരുന്നു. ക്രമേണ അദ്ദേഹം ജോലിക്ക് പോകുമ്പോൾ തുണികളൊക്കെ വലിയ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കുട്ടിയെ ഒക്കത്ത് വെച്ചുകൊണ്ട് ചെല്ലും, പഴയ തുണികൾ മേടിക്കുക. അപ്പോൾ കുട്ടിക്ക് എന്താ കൊടുത്തത്? ഒന്നും കൊടുത്തില്ല എന്ന് പറയും. അപ്പം നല്ല മനസ്സുള്ള വീട്ടുകാർ പറയും, ഇത്തിരി പാല് കൊടുത്തോളൂ രചക, ഇത്തിരി പാല് കുട്ടിക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞ് പാല് കൊടുക്കും. ആ പാല് കൊടുക്കും. എന്താ ഭക്ഷണം കിട്ടിയെച്ചാൽ ഇദ്ദേഹത്തിന് കൊടുക്കണം, ഭക്ഷണമൊക്കെ തിരിച്ച് കൊടുക്കും. അങ്ങനെ കൊടുത്ത് ഈ കുട്ടി അങ്ങ് വളർന്ന് അവനൊരു 8 വയസ്സ് 10 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞ് അവൻ ബുദ്ധിശക്തി ഒന്നും ആരും പഠിപ്പിക്കാനില്ല, എല്ലാം കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞാണ് മനസ്സിലാക്കണത്. അങ്ങനെ മനസ്സിലാക്കി ഈ കുട്ടി നല്ല ഒരു മിടുക്കനായ പുത്രനായിട്ട് അച്ഛൻ്റെ സന്തത സഹചാരിയായിട്ട് നാട്ടിൻപുറത്ത് വളർന്നു. അച്ഛനോടൊപ്പം പുഴയിലേക്ക് പോകും. അച്ഛന് തുണികൾ ഓരോന്നൊക്കെ എടുത്തു കൊടുക്കും, അലമ്പിക്കഴിഞ്ഞ് കൊണ്ടുപോയി നിവർത്തിടാനായിട്ട് നോക്കും. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വിധത്തിലൊക്കെ സഹായിച്ചു തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് അങ്ങനെ 10-20 വയസ്സോളം പ്രായം, 20 വയസ്സ് കഴിഞ്ഞാൽ അച്ഛൻ ഇനി വിശ്രമിച്ചോളൂ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ജോലി ചെയ്യാൻ തുടങ്ങി. അത് വേണ്ട, നല്ല വൃത്തിയായിട്ട് മകൻ രചകനായി ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അച്ഛനേക്കാൾ ഒന്നുകൂടി വൃത്തിയായിട്ട് ജോലികൾ ചെയ്യാൻ, അതിനേക്കാൾ അപ്പുറം കൃത്യമായിട്ട് ജോലികൾ ചെയ്യാൻ. ഇന്നങ്ങോട്ട് പോയി മുഷിഞ്ഞ് തുണി ഒരു ധനവാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അപ്പം തന്നെ പുഴയിലേക്ക് പോയി അതൊക്കെ അലക്കി പശ ചേർത്തു, നീലം ചേർത്തു, നിവർത്തിട്ടു, മടക്കി രാത്രി മുഴുവൻ അച്ഛനും മകനും കൂടിയിരുന്ന് ഉണങ്ങിയ തുണികളൊക്കെ മടക്കിയിട്ട് ഒരു പലകയിൽ വെച്ച് മറ്റൊരു പലക കൊണ്ട് അങ്ങോട്ട് അടിച്ച് പരത്തി അത് അടക്കി വെച്ച് പിറ്റേ ദിവസം കാലത്തെ അലക്കിയ തുണി അവിടെ കൊണ്ട് കൊടുക്കും. അടുത്ത വീട്ടിൽ ചെല്ലും, അവിടുന്ന് വാങ്ങിക്കും, അവിടുന്നും ഇതുപോലെ അലക്കാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെ കൃത്യമായിട്ടും വൃത്തിയായിട്ടും ഈ രചകൻ തങ്ങളുടെ കുലത്തൊഴിലായ തുണി അലക്കുന്ന ജോലി ചെയ്യുന്നത് കൊണ്ട് ധാരാളം പേര് രചകനെ തേടി വരാം. എൻ്റെ വീട്ടിൽ കുറച്ച് തുണികൾ, മുഷിഞ്ഞ തുണികളുണ്ട്, അലക്കാനായിട്ട് വരാമല്ലോ, ഇന്ന് ഈ വീട്ടിലെ ജോലിയുണ്ട്, നാളെ വരാമല്ലോ, കൃത്യമായിട്ട് പിറ്റേ ദിവസം ചെല്ലും, അല്ലെങ്കിൽ പിറ്റേ ദിവസം കൊണ്ടുകൊടുക്കും, അടുത്തുള്ള. അങ്ങനെ ധാരാളമായിട്ട് ജോലി. ചില ദിവസങ്ങളിൽ ഒരു ദിവസമല്ല, പിന്നെ രചകനും മകനും കൂടി ഒന്നിലേറെ ഭവനങ്ങളിലെ തുണികൾ വാങ്ങാനും എല്ലാം ചിട്ടയായിട്ട് അലക്കി വൃത്തിയാക്കി മടക്കി തിരിച്ചു കൊടുക്കാനും ഒരു കേടുമൊന്നും വരുത്താതെ തിരിച്ചു കൊടുക്കാനും ഒക്കെ തുടങ്ങി. ഇങ്ങനെ ആയപ്പോഴെന്ത് സംഭവിച്ചു? ധാരാളം പണം അവരുടെ കയ്യിൽ വരാൻ തുടങ്ങി. മാത്രമല്ല ആ നാട്ടിൽ ഈ രചകൻ വരുന്നതിന് അച്ഛൻ രചകനും മകൻ രചകനും ഒക്കെ വരുന്നതിന് മുൻപായിട്ട് തങ്ങളുടെ കുലത്തൊഴിൽ ചെയ്തിരുന്നത് മാരപ്പൻ എന്ന് പറയുന്ന ഒരു രചകനാണ്. ആ മാരപ്പൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മേടിച്ചോണ്ട് പോരും, പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല, കൊണ്ടുവന്ന് വീടിൻ്റെ ഒരു മൂലയ്ക്ക് ഇടും. പിന്നെ അവിടുന്ന് 2-3 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ തന്നെ കിടന്നുറങ്ങും. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞിട്ട് മാരപ്പൻ പിന്നെ അവിടുന്ന് 4 ദിവസം കഴിയുമ്പോൾ എണീറ്റ് അത് അലക്കി പിടിച്ച് ഉണക്കി, ചിലപ്പോൾ തല്ലി കീറി, ചിലതൊക്കെ കീറിയിട്ടുണ്ടാവും, ചിലപ്പോൾ കരിമ്പം കയറിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആവും. അടിക്കലും മടക്കലും ഒന്നും അത്ര മെനയാവില്ല. അങ്ങനെയൊക്കെ ആയിട്ട് തിരിച്ചു കൊണ്ടു കൊടുക്കും. അങ്ങനെ ആയിരുന്നു പതിവ്. പക്ഷേ ഈ നല്ല വിധത്തിൽ രചകൻ്റെ ജോലി ചെയ്യുന്ന ഈ അച്ഛനും മോനും ആ നാട്ടിൽ താമസിക്കാൻ തുടങ്ങിയപ്പോൾ എന്തുണ്ടായി എന്നറിയാമോ? നല്ല വൃത്തിയായി വസ്ത്രങ്ങൾ തങ്ങൾക്ക് അലക്കി തിരിച്ചു തരുന്ന ഈ അച്ഛനെയും മകനെയും ഭവനങ്ങളിലുള്ളവർ, ധനവാന്മാരായിട്ടുള്ളവർ സ്വീകരിക്കാൻ തുടങ്ങി. അവർക്കേ ഉള്ളൂ ജോലി. മാരപ്പന് വലിയ പടിയൊന്നുമില്ല. മാരപ്പന് കാശിനും വരവ് നലിച്ചു. മാരപ്പനപ്പം അയ്യോ ഇതിപ്പോൾ വലിയൊരു പുലിവാലായില്ലോ, വന്നൊരു രചകൻ വന്ന് ഈ നാട്ടിൽ വന്ന് അച്ഛനും മോനും കൂടി എല്ലായിടത്തും തലക്കും പിടിച്ചു. ഇനിയിപ്പം ഞാനെങ്ങനെയാണ് പണിയെടുത്ത് കഴിയണേ? എനിക്ക് വേറെ ഒരു തൊഴിലോട്ട് അറിയേയില്ല. ഇനി എന്താ ഇയാളെന്ന് ഒതുക്കണം? പറ്റില്ല, ഇങ്ങനെ തുടങ്ങിയാൽ പറ്റില്ല. ഇയാളെ ഈ രചകനെ ഒതുക്കാണ്ട് പറ്റില്ല. ഇയാൾ വന്ന് കയറിയ ആളല്ലേ, ഇയാളെ ഇവിടുന്ന് ഓടിച്ചു വിടണം. അതിനെന്താ വഴി? ഈ ധനവാന്മാരുടെ
വീട്ടിൽ നിന്നൊന്നും ഇയാൾക്ക് അലക്ക് കിട്ടാതാകണം. അതിന് എന്താ ചെയ്യുക? അയാൾ ഒരു ദുർമന്ത്രവാദിയെ സമീപിച്ചു. ഒരാളെ ഒന്ന് ക്ഷീണിപ്പിക്കണം, നാട്ടിൽ നിന്ന് ഓടിച്ച് വിടണം. അതിന് സാധിക്കുമെന്ന് വെച്ചു. പിന്നെന്താ സാധിക്കാണ്ട്? എനിക്കറിയണ വിദ്യകൾ ഞാൻ പ്രയോഗിക്കാം എന്നാ മന്ത്രവാദിയും പറഞ്ഞു. അങ്ങനെ മന്ത്രവാദിക്ക് ഇല്ലാത്ത കാശ് കൊടുത്ത് രചകൻ മാരപ്പൻ ഈ രചകനെ നാട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് ശ്രമിച്ചു. അയാൾ കുറേ സൂത്രം കാര്യങ്ങളൊക്കെ ചെയ്തു, എന്നിട്ടൊന്നും പറ്റണില്ല. എന്തങ്ങോട്ട് ചെയ്തിട്ടും അങ്ങോട്ട് ഏൽക്കണില്ല. രചകനും മകനും പിന്നെ സുഖമായിട്ട് ജോലിയും ചെയ്ത് ജീവിക്കുക. അങ്ങനെ വന്നപ്പോൾ മാരപ്പൻ പറഞ്ഞു, താനെന്തു മന്ത്രവാദിയാടോ അത്? തൻ്റെ കയ്യിലുള്ള വിദ്യകളൊക്കെ കുറേ ഉണ്ടെന്ന് പറഞ്ഞിട്ട് താൻ ചുട്ട കോഴിയെ പറപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ഓരോരോ മന്ത്രവാദമൊക്കെ ചെയ്ത വലിയ വീരകഥകളൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്താ ഇപ്പം ഈ രചകൻ പോവാത്ത? അച്ഛനും മോനും ഇവിടെ പണിയെടുത്ത് കഴിഞ്ഞ് കൂടുകയാണല്ലോ, കാശ് സമ്പാദിക്കുകയാണല്ലോ, എന്താ തോന്നുന്നത്? അപ്പം മാരപ്പൻ പറഞ്ഞു, എനിക്കറിയാവുന്ന ചില വിദ്യകളൊക്കെ ഞാൻ പ്രയോഗിച്ചാൽ മറ്റുള്ളവർക്ക് ഏൽക്കാവുന്ന വിദ്യകളൊക്കെ ഞാൻ ചെയ്തു. അതിനാണ് താൻ എനിക്ക് പണം തന്നത്, സമ്മതം തന്നെ. പക്ഷെ അതൊന്നും അയാൾക്ക് ഏറ്റില്ല. അതുകൊണ്ട് ഇപ്പം എന്ത് ചെയ്യണം? അച്ഛനെ കൊണ്ട് വലിയ കുഴപ്പമില്ല. അച്ഛന് പ്രായമായി ഒരുപാട് അലക്കാനും ഇതൊന്നും കഴിവില്ല. പക്ഷെ മകൻ അങ്ങനെയല്ല. നമുക്ക് ആ മകനെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കണം. അതിന് വല്ലതും പറ്റുമോ? മകനെ അല്ലെങ്കിൽ തളർത്തി കിടത്തണം. അതിനെന്താ വഴിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം മാരപ്പനും കൂട്ടുകാരും പറഞ്ഞു, ഞങ്ങൾ എന്താ വേണ്ടത് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ അയാളുടെ ഊണും ഉറക്കമൊക്കെ എങ്ങനെയാണ്, രീതികൾ എങ്ങനെയാണെന്നൊന്ന് നോക്കാൻ പറഞ്ഞു. 2 ദിവസം കൊണ്ട് അവർ പോയി അന്വേഷിച്ചു. പറഞ്ഞു, ഊണ് വീട്ടിൽ നിന്ന് അച്ഛനും മകനും കൂടി ഇപ്പം മകനാണ് ആഹാരം ഉണ്ടാക്കുന്നത്. എന്നിട്ട് അച്ഛന് കൊടുക്കും, മകനും കഴിക്കും. വേറെ പുറമേ നിന്നൊന്നും ആഹാരം കഴിക്കണ രീതിയില്ല. എങ്ങാൻ അലക്കി കൊടുക്കുമ്പോൾ അതാത് വീടുകളിൽ നിന്ന് എന്തെങ്കിലും പഴങ്ങൾ കിട്ടിയാൽ അത് കഴിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ കിടപ്പ് അച്ഛൻ അകത്താ കിടപ്പ്. മകന് സംശയമൊന്നുമില്ല, പുറത്ത് വളരെ വീതി കൂടിയ ഒരു തിണ്ണയുണ്ട്. ആ തിണ്ണമേല കിടക്കണം. അത് ശരി. എന്നും രാത്രി കാറ്റാവട്ടെ, മഴയാകട്ടെ, മഞ്ഞാകട്ടെ, വെയിലാകട്ടെ, എന്താവട്ടെ, രചകൻ്റെ മകൻ പുറം തിണ്ണയിലാണ് കിടക്കുന്നത്. ഓ ശരി. ഇനി ഞാൻ പറയുന്ന കാര്യമാണ്. ഞാനൊരു ഏലസ് ജപിച്ച് തരാം. ആ ഏലസും ചരടും കൂടി അയാൾ കിടന്നുറങ്ങണ സമയത്ത് വീട്ടിൽ ചെന്ന് 3 പ്രാവശ്യം അയാളുടെ തലയ്ക്ക് ചുറ്റും അങ്ങോട്ട് ഊഴിയ, എന്നിട്ട് താഴെ പാദത്തിൽ കൊണ്ടവിടെ വയ്ക്കുക. ഒന്നും വേണ്ട, അവിടെ വച്ചേക്കുക, തിരിച്ചും പോന്നേക്കുക. പിറ്റേ ദിവസം രാവിലെ അയാൾ എഴുന്നേക്കില്ല. കാര്യം ഞാൻ ഏറ്റവും പറഞ്ഞു, ഇത് ഇത്രയേ ഉള്ളൂ, ഇത് ഞങ്ങൾ ചെയ്യാം എന്നും പറഞ്ഞ് അവർ പോകാനായിട്ട് തുടങ്ങി. അപ്പം അങ്ങനെ സമ്മതിച്ചു. അത് കഴിഞ്ഞ് അവർ ഒന്ന് ആലോചിച്ചപ്പോൾ വിചാരിച്ചു, മാരപ്പനും കൂട്ടരും കൂടി ശരി എന്നും പറഞ്ഞ് പോയി. അപ്പോൾ കുറച്ചങ്ങോട്ട് പോയിട്ട് തിരിഞ്ഞു നിന്നിട്ട് മന്ത്രവാദിയോട് ചോദിച്ചു, ഇതെങ്ങനെ ഏൽക്കാണ്ട് വന്ന തന്നെ ഞങ്ങൾ ഈ നാട്ടിൽ വയ്ക്കില്ല, ഞങ്ങൾ ഓടിച്ചു വിടും എന്ന് പറഞ്ഞു. അപ്പോൾ മന്ത്രവാദിക്ക് പേടിയായി. ഇതിപ്പം ഭരിക്കുന്നൊന്നും വിചാരിച്ചിട്ടല്ലല്ലോ, ഇവരിത് ചെയ്യില്ല എന്ന് വിചാരിച്ചേ. പക്ഷെ ചെയ്യാന്ന് പറയണു. അതുകൊണ്ട് ഏലസ് കൊടുത്തിട്ടൊന്നുമില്ല, ഇങ്ങനെ ഒരു വിദ്യ പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് പറ്റാവുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്യേ, ഇവിടുന്ന് പടി കടന്ന് പോയിട്ട് വേണ്ടായിരുന്നു പറഞ്ഞു. ഞങ്ങൾ പോവുക, ഞങ്ങൾ പോയിട്ട് ഞങ്ങളും ഒന്ന് ആലോചിക്കട്ടെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന്. താൻ ഏലസ് ജപിച്ചോ, ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ തന്നെ ഞങ്ങൾ നാട്ട് കടത്തും എന്നുകൊണ്ട് ഇവർ പോകാനായിട്ട് പടി അങ്ങോട്ട് ചെന്നു. പട്ടിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 3-4 കൊമ്പനാനകൾ കൊമ്പും കൊലിക്കും ഇങ്ങോട്ട് വരിക. അയ്യോ, പേടിയായി. മാരപ്പനും കൂട്ടുകാർക്കും ഒക്കെ പേടിയായി. ഇതെന്താതെങ്ങനെ? അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ കൈ ഉയർത്തിക്കൊണ്ട് മന്ത്രവാദി നിൽക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് മന്ത്രവാദിയുടെ ട്രിക്കാണ്. നമ്മളിത്തിരി വിശ്വാസക്കുറവ് പറഞ്ഞില്ലേ, അതിന് നമ്മളെ പേടിപ്പിക്കണതാണ്. ഇതവർ തിരിച്ചോടി മന്ത്രവാദിയുടെ അടുത്ത് ചെന്ന് കാല് പിടിച്ചു. അങ്ങുണ്ടാക്കി തരുന്ന ഏലസ് ഞങ്ങൾ കൊണ്ട് കിട്ടിക്കോളാം, ഞങ്ങൾക്ക് വിശ്വാസമായി. ഈ കൊമ്പനാനകളെയൊക്കെ ഒന്ന് പറഞ്ഞയക്കണം കേട്ടോ, ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വഴിക്ക് വാ
പറഞ്ഞ് മാരപ്പൻ അവരെ യാത്രയാക്കി വിട്ടു. അവർ പോയി. പഠിച്ചയ്ക്ക് ചെന്നപ്പോൾ കൊമ്പനാനകളൊന്നും ഉണ്ടായില്ല. മന്ത്രവാദിയുടെ ഒരു മന്ത്രം തന്നെയായിരുന്നു അത്, തന്ത്രം തന്നെയായിരുന്നു അത്. അവർ പോവുകയും ചെയ്തു. ഇത് ഇപ്പോൾ രചകൻ എന്ന് പറയുന്ന വരരുചിയുടെയും പഞ്ചമിയുടെയും പുത്രനായ ഒരു കൂട്ടരെടുത്ത് വളർത്തി രചകൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ആ കുഞ്ഞിൻ്റെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. ഇത് വളരെ പ്രചാരമൊന്നുമില്ല ഈ കഥ. ഇയാൾക്ക് സന്ധുബന്ധുക്കൾ ഉള്ളതായിട്ടോ ബന്ധുമിത്രാദികൾ ഉള്ളതായിട്ടോ ഒന്നും ഒരു ചരിത്രവും പറയുന്നുമില്ല. അതുകൊണ്ട് രചകൻ്റെ കഥയുടെ 2ാം ഭാഗം ഞാൻ അടുത്ത ദിവസം പറയും. ഇന്നിപ്പോൾ പറഞ്ഞത് 1ാം ഭാഗം. കേൾക്കാത്തവരാണ് കൂടുതൽ പേരും ഈ കഥ. കേട്ടിട്ടില്ലാത്ത കഥ ഒന്ന് കേട്ടുകൂടെ നിങ്ങൾക്ക്? ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.